الحمد لله على سابق نعمه وسابع مننه وعظيم فضله، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا محمدا عبد الله ورسوله، كان يدعو ربه قائلا رب اجعلني لك شكارا. اللهم صل وسلم وبارك عليه وعلى آله وصحبه والتابعين. أما بعد، فأوصيكم عباد الله ونفسي بتقوى الله وشكره. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം ശ്രദ്ധിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിതം നയിക്കണം എന്നാദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിനുള്ള അനുഗ്രഹം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. പടച്ച റബ്ബിൻ്റെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ആസ്വദിച്ചും അനുഭവിച്ചും കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മളൊക്കെ. അല്ലാഹു സുബ്ഹാനഹു തആല ആ ഒരു വസ്തുതയിലേക്ക് നമ്മളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്, വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം അതിങ്ങനെ എണ്ണി നോക്കാൻ വേണ്ടി നമ്മൾ തുടങ്ങിയാൽ അത് എണ്ണി ക്ലിപ്തപ്പെടുത്താൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്നാണ്. വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ആലോചിക്കേണ്ടുന്ന ഒരു വചനമാണ്. നമ്മൾ മുകളിലേക്ക് എടുത്തിട്ടുള്ള നമ്മുടെ ശ്വാസം അതിന് താഴോട്ട് പോകേണ്ടതില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെ കളിച്ചാലും അതിന് നമുക്ക് സാധ്യമല്ല. നമ്മുടെ ഹൃദയം ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഹൃദയമിടിപ്പ് നിലച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല അതൊന്ന് ശരിയാക്കി കിട്ടാൻ. അതുപോലെ തന്നെ നമ്മളുടെ കിഡ്നി പ്രവർത്തനരഹിതമായാൽ അത് പ്രവർത്തിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ആ വിഷയത്തിലൊക്കെ നമ്മൾ വളരെ നിസ്സഹായരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ഷൈആ. നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭപാത്രങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്കൊന്നിനും കഴിയില്ലായിരുന്നു, ഒരു അറിവും നിങ്ങൾക്കില്ലായിരുന്നു. നമുക്ക് വിശന്നാൽ കരയാനല്ലാതെ മറ്റൊന്നും അറിയുമായിരുന്നില്ല. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ ലോകത്തേക്ക് ജനിച്ചു വീണത്. എന്നാൽ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, ജീവിതാവസാനം വരെ അങ്ങനെ തുടരണം എന്ന് അല്ലാഹു നിശ്ചയിച്ചില്ല. പിന്നെയോ വജഅല ലക്കുമുസ് സമഅ, നിങ്ങൾക്ക് കേൾക്കാനും കാണാനും ചിന്തിക്കാനൊക്കെ ഉള്ള കഴിവ് അവൻ നൽകി. എന്തിനാണ് ഇതൊക്കെ നൽകിയത്? ലഅല്ലക്കും തഷ്കുറൂൻ, ഇതൊക്കെ ആസ്വദിച്ചും അനുഭവിച്ചും ജീവിക്കുമ്പോൾ നന്ദിയുള്ളവരായി തീരണം എന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഓർമ്മപ്പെടുത്തുക. അപ്പൊ നന്ദിയുള്ളവരാൻ നമ്മൾ ആവശ്യപ്പെടുന്നു. ഖുർആനിലുടനീളം പരിശോധിച്ചാൽ നമുക്കത് കാണാം. വഷ്കുറൂ ലില്ലാഹി ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അല്ലാഹുവിന് മാത്രം ഇബാദത്തെടുക്കുന്നവരാണെങ്കിൽ അതിന്റെ ഭാഗമായി നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം വഷ്കുറൂ ലില്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദിയുള്ളവരായി കൊണ്ട് ജീവിക്കേണ്ടവരാണ് നിങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഓർമ്മപ്പെടുത്തുക. ഒരുപാട് പ്രവാചകന്മാരെ അവരുടെ ചരിത്രം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു തരുമ്പോൾ അവരുടെ പ്രത്യേകമായ ഒരു സ്വഭാവ സവിശേഷത ഖുർആൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. നൂഹ് നബി അലൈഹി ഇസ്ലാമയെ സംബന്ധിച്ച് പറയുമ്പോൾ കാന അബ്ദൻ ശകൂറാ, നന്ദിയുള്ളൊരു അടിമയായിരുന്നു നൂഹ് എന്ന് നൂഹ് നബി അലൈഹി ഇസ്ലാമയെ സംബന്ധിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയെ പരിചയപ്പെടുത്തുമ്പോൾ ഷാക്കിറൻ ലി അൻഉമിഹി,
അദ്ദേഹത്തിന് ഞാൻ നൽകിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി ചെയ്യുന്ന ഒരു അടിമയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നുണ്ട്, അഫലാ അകൂനു അബ്ദൻ ശക്കൂറ, എനിക്ക് നല്ല നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ എന്ന് പറയുന്ന ഭാഗം നമ്മൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. നന്ദിയുള്ളവരാകുവാനും നന്ദിയുള്ളവരായി ജീവിക്കുവാൻ വേണ്ടിയിട്ട് ആ ഒരു ജീവിത രീതി നിലനിർത്തുവാനും പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി പറയുന്ന ഭാഗം നമുക്ക് കാണാം. അല്ലാഹുമ്മ അഇന്ന അലാ ദിക്രിക വശുക്രിക വഹസ്നി ഇബാദതി. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. എന്ന് മാത്രമല്ല, ഈ പ്രാർത്ഥന നമ്മൾ പ്രാവർത്തികമാക്കി അതനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ ശരിയായ ഇസ്ലാമിക വ്യക്തിത്വം അതിലൂടെ ഉണ്ടാകുന്നു എന്നാണ്. വളരെ ഗൗരവപ്പെട്ട, ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥന. നമ്മൾ ആലോചിച്ച് നോക്കുക ഈ പ്രാർത്ഥനയുടെ ഒരു സവിശേഷത. അല്ലാഹുമ്മ അഇന്ന അലാ ദിക്രിക. ഒന്നാമതായി നമ്മൾ അല്ലാഹുവോട് ചോദിക്കുന്നത്, പടച്ചോനെ എനിക്ക് കഴിവ് നൽകണം. എന്തിനാണ് കഴിവ് നൽകേണ്ടത്? അലാ ദിക്രിക, നിന്നെ ഓർക്കാൻ. അല്ലാഹുവെ നമ്മൾ ഓർക്കുക എന്ന് പറയുമ്പോൾ അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കലാണ് ഒന്ന്. രണ്ടാമതായി അള്ളാഹുവിനെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. വെറുതെ അള്ളാഹുവിനെ ഓർത്തുന്നത് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് അശ്രദ്ധമായി പറയുന്നതിനല്ല ദിക്ർ എന്ന് പറയാം. അള്ളാഹുവിനെ നമ്മൾ ഓർക്കുമ്പോൾ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹം, ആ അനുഗ്രഹങ്ങൾ നമുക്ക് ഓർമ്മ വരും. അങ്ങനെ ഓർമ്മ വരുമ്പോഴോ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യണം എന്ന ഒരു മനസ്സുണ്ടാവും. അതുകൊണ്ടാണ് അടുത്ത ഭാഗം അല്ലാഹുമ്മ അഇന്ന അലാ ദിക്രിക വശുക്രിക. അപ്പൊ അള്ളാഹുവിന് നന്ദി ചെയ്യണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമ്മുടെ മനസ്സ് വരും. അപ്പൊ പടച്ച റബ്ബേ, ശുക്ർ ചെയ്യാനും എനിക്ക് കഴിവ് നൽകണം. എന്നിട്ടോ ആ ശുക്ർ ചെയ്യേണ്ടത് എങ്ങനെ? അതാണ് അടുത്തത് പഠിപ്പിച്ചു തരുന്നത്. വഹുസ്നി ഇബാദത്തി. ശുക്ർ ചെയ്യുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വഴിയാണ് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നത്. ആ ഇബാദത്ത് തന്നെയും എങ്ങനെയെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല, വഹുസ്നി ഇബാദത്തി, നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. ഈ ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ച് അതിലെ ആശയം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ ശരിയായ ഇസ്ലാമിക വ്യക്തിത്വത്തിന്റെ ഉടമയാകുന്നു. എങ്ങനെയാണത്? അള്ളാഹുവിനെ സദാ ഓർത്തുകൊണ്ട്, അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ട്, അവന് നല്ല ഭംഗിയായ രൂപത്തിൽ ഇബാദത്തെടുത്തുകൊണ്ടുള്ള ഒരു ജീവിത രീതിയിലേക്ക് നമ്മൾ വരുന്നു എന്നുള്ളതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന മറ്റൊരു പ്രാർത്ഥനയുണ്ട്. എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്, മൻ ഖാല ഹീന യുസ്ബിഹ്, രാവിലെ ആയിക്കഴിഞ്ഞാൽ ഒരാൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥന? അല്ലാഹുമ്മ മാ അസ്ബഹ ബി മിൻ നിഅമതി ഔ ബി അഹദിൻ മിൻ ഖൽഖിക്. ആ പ്രാർത്ഥനയുടെ പൊരുള് നമ്മൾ ആലോചിച്ച് നോക്കുക. അല്ലാഹുവേ, എനിക്ക് നീ ധാരാളം നിഅമത്ത് നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഞാൻ അല്ലാത്തൊരുപാട് ആളുകൾക്ക് നിഅമത്ത് നൽകി, അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങളൊക്കെയും ഫമിൻക വഹ്ദക ലാ ശരീക ലക്, നിന്നിൽ നിന്ന് മാത്രം, വേറൊരാളിൽ നിന്നുമല്ല. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഓരോ ചെറുതും വലുതുമായതെന്തും അതല്ല വേണ്ടെന്ന് വെച്ചാൽ വേറൊരാള് അതിനു വേണ്ടി ശ്രമിച്ചാലും നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ ഈ ചെറുതും വലുതുമായിട്ടുള്ള നിയമത്തുകളൊക്കെ പടച്ചോനെ എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം അത് മാത്രമല്ല, അതല്ലാത്തവർക്കും നീ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതൊക്കെയും ഫമിൻക വഹ്ദക ലാ ശരീക ലക്, നിന്നിൽ നിന്ന് മാത്രമാണ്, അതിന്റെ ഒരു പങ്കുകാരനില്ല. അതുകൊണ്ട് തന്നെ ഫലക്കൽ ഹംദു വലക ശുക്ർ, നിനക്കാകുന്നു സർവസ്തുതിയും, നിനക്കാകുന്നു അതിനുള്ള നന്ദി. ഇങ്ങനെ ഒരാൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഫഖദ് അദ്ദാ ശുക്ര ദാലിക്കൽ യൗം, അന്നത്തെ ദിവസം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ശുക്രിനുള്ള അന്നത്തെ ദിവസത്തെ ആ ഒരു ശുക്രതായി. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദിവസം നമ്മൾ നടത്തേണ്ടുന്ന ശുക്രിനുള്ളത് ആയി എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തി തരും. അപ്പൊ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയണം. അല്ലാഹുവേ, എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കൊക്കെ നൽകി. അതാണ് ആ ഒരു നമ്മുടെ മനസ്സിന്റെ വലുപ്പമാണ് കാണിക്കുന്നത്. നമുക്ക് നൽകിയ അനുഗ്രഹം മാത്രമല്ല, പിന്നെയോ ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾക്ക്, സഹോദരന്മാർക്കൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതൊക്കെ നൽകിയത് നീയാകുന്നു, അതിൽ യാതൊരു പങ്കുകാരനുമില്ല
അതുകൊണ്ട് തന്നെ നിനക്കാണ് സർവസ്തുതിയും, നിനക്കാകുന്നു അതിനുള്ള നന്ദി. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി അതിലൂടെ പ്രകടിപ്പിക്കുന്നു ഒരു ദിവസത്തെ എന്ന് പരിചയപ്പെടുത്തി തരും. അങ്ങനെ നമ്മൾ നന്ദിയുള്ളവരായി ജീവിച്ചാൽ, നന്ദിയുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളിൽ ഉണ്ടാവുന്ന സാധാരണ ഞാൻ എന്ന ഒരു ഭാവം ഉണ്ടാവും, ഒരു ഈഗോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാത്തിനും പോന്നവനാണ്, ഞാൻ തന്നെ മതി എന്നുള്ളൊരു ഭാവം യഥാർത്ഥത്തിൽ നമ്മളിൽ നിന്ന് ഇല്ലാതായി പോവുക. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ചായ, ഇത് നമ്മൾ കുടിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് തന്നെ നമ്മളെ കൊണ്ടൊന്ന് എടുക്കാൻ അല്ലാഹു നമ്മുടെ ആ ഒരു കയ്യിന്റെ ശക്തി കണ്ട് ഇല്ലാതാക്കി കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് അത് എടുക്കാൻ കഴിയില്ല. ഇനി ആരെങ്കിലും ഒരാൾ തന്നെ നമ്മുടെ വായിലേക്ക് എടുത്തു തന്നാൽ അതണ്ട് ഇറക്കണ്ട എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാൻ കഴിയില്ല. അപ്പൊ ഈ ശുക്ർ ചെയ്യുന്ന മനസ്സുണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ഭാവം പോവാൻ, എന്നെ കൊണ്ട് എല്ലാത്തിനും സാധിക്കും എന്നുള്ള ആ ഒരു ഭാവം ഇല്ലാതായി പോകുന്നു. മാത്രമല്ല വഇൻ തശ്കുറൂ യർളഹ് ലക്കും, അങ്ങനെ നിങ്ങൾ നന്ദിയുള്ളവരായി ജീവിച്ചാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഞാൻ നിങ്ങളോട് സംതൃപ്തിയുള്ളവനായി തീരും. റബ്ബിന്റെ സംതൃപ്തി നമുക്ക് അതിലൂടെ ലഭിക്കും. എന്ന് മാത്രമല്ല ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ഇങ്ങനെ നന്ദിയുള്ളവരായി ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ വർധനവ് നൽകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ വിശ്വാസികളായ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നന്ദിയുള്ളവരായി ജീവിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തരാം. അങ്ങനെ നന്ദിയുള്ളവരായി ജീവിക്കാൻ, നന്ദിയുള്ള അടിമകളായി ജീവിക്കാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വഅത്തിയുർ റസൂൽ വഉലിൽ അംരി മിൻകും അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. അൽഹംദുലില്ലാഹില്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻശുറു റഹ്മതഹു വഹുവൽ വലിയ്യുൽ ഹമീദ്. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ മുഹമ്മദിൻ സാഹിബിൽ മജ്ദിൽ തലീദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി ദബിൽ ഖദ്രിൽ മജീദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതം നയിക്കണം എന്നൊരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കനത്ത മഴ അനുഭവപ്പെട്ടത് നമുക്കൊക്കെ അറിയാം. അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമുക്കൊക്കെ മഴ ലഭിക്കുക എന്നുള്ളത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും മഴയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും വെള്ളത്തിനു വേണ്ടി അവർ ദാഹിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമായിട്ടാണ് നമ്മൾ ഈ മഴയെ കാണേണ്ടത്. ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഈ പ്രയാസങ്ങളൊക്കെ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ച ഒരുപാട് ആളുകളുണ്ട്. ഇവിടുത്തെ ഭരണാധികാരികളുടെ നിർദ്ദേശം, ഭരണാധികാരികളുടെ പ്രയത്നം, അതുപോലെ തന്നെ സന്നദ്ധ സേവാ സംഘങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. നന്ദിയുള്ളവരാകാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുമ്പോൾ അങ്ങനെ നമ്മളെ സേവിക്കാൻ വേണ്ടി, നമുക്ക് പ്രയാസങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടി പ്രയത്നിച്ച ഈ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ നമ്മളിൽ നിന്നുണ്ടാകണം. അത് നന്ദിയുടെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നുണ്ട്, മൻ ലാ യശ്കുറുൻ നാസ ലാ യശ്കുറുല്ലാഹ്. ജനങ്ങളോട് നന്ദി ചെയ്യാത്ത മനുഷ്യന്മാർ അള്ളാഹുവിനോടും നന്ദി ചെയ്യൂല. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് നന്ദിയുള്ള ഒരു വാക്ക്, നന്ദിയുടെ ഒരു പ്രാർത്ഥന നമ്മളിൽ നിന്ന് അവർക്ക് വേണ്ടിയിട്ടുണ്ടാകേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ അദിം അലാ ദൗലത്തിൽ ഇമാറാത്ത് അൽ അമാന വൽ ഇസ്തിഖ്റാർ വർ-റുഖിയ്യ വൽ ഇസ്തിഹാർ വ ഉമ്മൽ ആലമ ബിർറഹ്മതി വസ്സലാം.
اللهم وفق رئيس الدولة الشيخ محمد بن زايد ونوابه وإخوانه حكام الإمارات وولي عهده الأمين لما تحبه وترضى، واشمل بتأييدك حاكم إماراتنا الشيخ أحمد بن محمد الشرقي وولي عهده. اللهم ارحم شيخ زايد وشيخ راشد وشيخ محمد بن حمد الشرقي والقادة المؤسسين، وشيخ مكتوم وشيخ خليفة بن زايد، وأدخلهم بفضلك فسيح جناتك، واشمل شهداء الوطن برحمتك وأفرارك. اللهم ارحم المسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. عباد الله، اذكروا الله العظيم الجليل يذكركم واشكروه على نعمه يزدكم وأقم الصلاة.